ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. തുടക്കം ഒരു ഇൻട്രോ പറയാനും കൂടി പറ്റാതെ ഞാൻ ഓടിപ്പോകുന്ന എങ്ങോട്ട് അറിയോ, ഒരു ഇഫ്താർ മീറ്റിനായിരുന്നു കേട്ടോ. ഇത് ഇന്നലെ ഒന്നും ഉള്ളതല്ല, 2 ദിവസം മുന്നേ ഞങ്ങൾ ലാബിൽ നിന്ന് പോയൊരു ഇഫ്താർ മീറ്റാണ്. ഞങ്ങൾ ഇത് പ്ലാൻ ചെയ്തത് നമ്മുടെ മുസ്വല്ലയിലാണ്, മുണ്ടയിലുള്ള. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ആക്ച്വലി രാവിലെ ഞാൻ ലാബിൽ വന്ന് തുറന്ന് ഉച്ചക്ക് വീണ്ടും തിരിച്ച് വീട്ടിൽ പോയി പാച്ചുനെയും കൊണ്ട് വൈകുന്നേരം വരുന്നതാണ് കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ വരാൻ കുറച്ച് നേരം വൈകി, അതുകൊണ്ട് നമ്മൾ നേരെ ഓടിക്കറി ഒരു 6:33 ആയപ്പോഴാണ് നമ്മൾ മുസ്വല്ലയിൽ എത്തുന്നത്. നേരെ കയറി നമ്മൾ സീറ്റിൽ അങ്ങോട്ട് ഇരിക്കുകയാണ് ഉണ്ടായത്. അല്ലാതെ നമുക്കതിനൊന്നിനും ടൈം കിട്ടിയിട്ടില്ല. വന്ന പാടെ പിന്നെ ഒരു 35 കഴിയാനായി, 38 ബാങ്ക്. അപ്പോൾ ഞാനും പാച്ചും കൂടി നമ്മുടെ കട്ട് ഫ്രൂട്ട്സും സ്നാക്സും ഒക്കെ ഒന്ന് തുറന്നു വെച്ചു. ഇനി പെട്ടെന്ന് അങ്ങോട്ട് കഴിക്കാമല്ലോ. അത്യാവശ്യം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ബാങ്ക് കൊടുത്തു, അൽഹംദുലില്ലാ. അങ്ങനെ നോമ്പൊക്കെ തുറന്നു. ഫസ്റ്റത്തെ നമുക്ക് ഉണ്ടാവുന്നത് ഒരു ഈത്തപ്പഴം ഉണ്ടാവും, പിന്നെ ഒരു വാട്ടർമെലൻ്റെ ജ്യൂസ്, പിന്നെ നോർമൽ വാട്ടർ, കുറച്ച് സ്നാക്സ്, കട്ട് ഫ്രൂട്ട്സ്. അത്രയാണ് നമുക്ക് ഈ ഫസ്റ്റിൽ അവർ തരുന്നത്. ടോട്ടൽ നമ്മുടെ ഒരു പാക്കേജിന് വരുന്നത്, ഇപ്പോൾ റൈസും കൂടിയാണ് കേട്ടോ, ഒരാൾക്കുള്ള റൈസ് പ്ലസ് ഇത്രയും സാധനങ്ങൾ നമുക്ക് പാക്കേജിന് വരുന്നത് 323 ഓർ 333. നമ്മളെടുക്കുന്ന ചിക്കൻ അനുസരിച്ചാണ്. അപ്പം നമ്മളൊരു ഷവായ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ നോർമൽ ചിക്കന്, പെരിപെരി, അൽഫാം ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും സെപ്പറേറ്റ് ആണ് എടുത്തത്. ഞാൻ ഒരു പെരിപെരി ഫാനാണ്, പക്ഷേ എനിക്ക് കുറച്ചും കൂടി മസാല ടൈപ്പ് പെരിപെരിയാണ് ഇഷ്ടം. പിന്നത്തെ കാര്യം, നമുക്ക് ഈ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഈ ചോറൊന്നും ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇടങ്ങാറാണ്. അത്ര പെട്ടെന്ന് കഴിക്കാൻ കഴിയൂല. കുറച്ചൊക്കെ സാവധാനത്തിൽ ഇരിക്കുമ്പോഴല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്ക് നമ്മൾ വീട്ടിലിരുന്ന് നോമ്പ് തുറക്കുകയാണ് ഏറ്റവും നല്ലത്. നമുക്കങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ കഴിയൂല ഈ ഫസ്റ്റത്തെ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ. എന്തായാലും ഒരു മാസത്തിന് ശേഷമാണ് ഞാൻ മന്തി കഴിക്കുന്നത്. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സന്തോഷം എനിക്കെൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അജു അവിടെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. അജു പറഞ്ഞാൽ എൻ്റെ അപ്പാപ്പാൻ്റെ മോന്. അപ്പോൾ പിന്നെ പാച്ചുവിനെ അറിയില്ലോ, നേരെ ഓരോ ടീമൊക്കെ ഇട്ടു കേട്ടോ. ഓൻ പിന്നെ ഓൻ്റെ കൂടെ നമ്മളെ ടിപ്പറിൽ വരാമെന്ന് പറഞ്ഞാണ്ട് എൻ്റെ കൂടെ വന്നില്ല. ഇവിടെ കബാബൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അതുവരെയും കബാബ് കഴിച്ചിട്ടില്ല. ഇതൊരു ദിവസം കഴിച്ചു നോക്കണം. നമ്മൾ മുസ്വല്ലയിലാണ് വന്നത്, എടക്കര. കുറച്ച് അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടുത്തെ വ്യൂസൊക്കെ കുറച്ച് ഇങ്ങനെ ഒന്ന് കണ്ടു നിന്ന് നമ്മൾ നേരെ വീട്ടിൽ പോയി. വീട്ടിലേക്ക് ഞാൻ വന്ന സമയത്ത് പാച്ചു കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. അവന് അജുവിൻ്റെ കൂടെയാണ് വന്നത് കേട്ടോ. അപ്പം അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ ലോറിയിലൊക്കെ കയറുക എന്നുള്ളത്. അതെന്തായാലും നടന്നിട്ടുണ്ട്. ഇതിലെന്താടാ ലോഡ് കൊണ്ടോവില്? നിസാർ ഇങ്ങനെ പറ, ജിട്ടോ ആന്നല്ലേ, ഇങ്ങോട്ട് കൊണ്ട. നമ്മളെ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് ആ ഒരു ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല, കാരണം കുറച്ച് നേരം വൈകി. ഞാൻ ഉച്ചയ്ക്ക് രാവിലെ ലാബിൽ പോയി, പിന്നെ അവിടുന്ന് തിരിച്ച് വന്ന്, പിന്നെ വൈകുന്നേരം വീണ്ടും ലാബിൽ പോയതാണ്. അപ്പോൾ ഞാൻ കുറച്ചേരം ഇവിടെ നിന്ന് കറങ്ങി നേരം വൈകി. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ അങ്ങനെ നാട്ടിൽ നിന്ന് നമ്മൾ ഒരു പുറത്ത് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി നോമ്പ് തുറക്കണത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സൗദിയിലായിരുന്ന സമയത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി നോമ്പ് തുറന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇടയ്ക്കൊക്കെ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ നോർമൽ കഴിക്കുന്ന വിഭവങ്ങളൊക്കെ ഉള്ളൂ, റൈസാണ്, മന്തിയാണെന്നുള്ളൂ. പിന്നെ എന്നാലും നമുക്കൊരു വെറൈറ്റി ഒരു ഫീലാണ്. അവിടെ തന്നെ നിസ്കരിക്കാനൊക്കെ ഉള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ആർക്കും ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ. ആകെ ക്ഷീണിച്ചിട്ടുണ്ട്, ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രീ ആവാനുണ്ട്. പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.